Hey guys, welcome back. It's me Shaz. ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അപ് ടു 50 റുപ്പീസ് വരെ പേടിഎം ആപ്ലിക്കേഷനിൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാം, ഇത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ കിടിലൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കനും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഈ ഒരു ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പേടിഎം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാം. ആ ഒരു സെക്ഷനിലോട്ട് ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഇത്തരത്തിൽ ഈ ഒരു ഓഫർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതായത് 50 രൂപ വരെ ലഭിക്കാവുന്ന ഈ ഒരു ക്യാഷ് ബാക്ക് ഓഫർ നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും. അതായത് നോർമലി പേടിഎം ആപ്ലിക്കേഷൻ പേയ്മെന്റ് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് ഇത് ഇപ്പോൾ തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് വല്ലപ്പോഴും ഉപയോഗിക്കുന്നവർക്കാണെങ്കിലാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേയ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് 50 രൂപ വരെ കിട്ടത്തില്ല. മിനിമം 10 അപ് ടു 50 റുപ്പീസ് വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് പോയിന്റ്സ് ആയിരിക്കും ലഭിക്കുക. അതായത് ലാസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന പേയ്മെന്റ്, അതായത് 5ാമത്തെ പേയ്മെന്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു 50 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പേടിഎമ്മിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റൊക്കെ ഉപയോഗിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു കിടിലൻ കണ്ടന്റുമായിട്ട് വരുന്നവരിക്കും ബൈ.